നമസ്കാരം. ഏവർക്കും വൈകുന്നേരം 6 മണിക്കുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടുകളിലേക്ക് സ്വാഗതം. അങ്ങനെ തുടർച്ചയായി രണ്ടാം ദിനത്തിലും നമ്മുടെ മാർക്കറ്റ് നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുക ഉണ്ടായി. നമ്മളെല്ലാം പ്രതീക്ഷിച്ചതിനേക്കാളും ഭീകരമായ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയപ്പോൾ കാണുവാനായിട്ട് സാധിച്ചത്. ഇന്നത്തെ ഓപ്പണിംഗ് റേഞ്ച് തന്നെയായിരുന്നു ഇന്നത്തെ നിഫ്റ്റിയുടെ ഡേ ലോ. ഇന്നലത്തെ നിഫ്റ്റിയുടെ ക്ലോസിംഗിനേക്കാൾ ഏകദേശം 410 പോയിന്റുകൾക്ക് താഴെയായിട്ടാണ് ഇന്ന് നിഫ്റ്റി ഓപ്പൺ ആയത്. ഏകദേശം 1.5% ഇടിവ് കണ്ടു. എന്നിരുന്നാൽ പോലും ഒരു മണിക്കൂർ കൊണ്ട് തന്നെ അവിടുന്ന് നിഫ്റ്റി കയറുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇന്ന് പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്യുകയുണ്ടായി, അനലിസ്റ്റുകളുടെ അഭിപ്രായ പ്രകാരം 24,670 ആണ് ഒരു ക്രൂഷ്യൽ സപ്പോർട്ടായിട്ട് നിഫ്റ്റിയിൽ കാണുക എന്നത്. ഇന്ന് ഇത്രയും ഹ്യൂജ് ഒരു ഫോൾ ഉണ്ടായെങ്കിൽ കൂടിയും 24,640 എന്ന ലെവല് ഇന്ന് വളരെ ക്രൂഷ്യലായിരുന്നു. കാരണം ഒരു 11:30 ശേഷം നിഫ്റ്റി 24,640 24,750 ഇടയിലാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരുന്നത് ഇന്നത്തെ ദിനം അവസാനം വരെയും. ഏതൊക്കെയായാലും നിഫ്റ്റിക്ക് 24,700 എന്ന റേഞ്ചിന് മുകളിൽ ഇന്ന് ക്ലോസിംഗ് രേഖപ്പെടുത്തുവാനായിട്ട് സാധിച്ചു. ഇത്രയൊക്കെ നെഗറ്റീവ് കാര്യങ്ങൾ ഇരിക്കുന്നെങ്കിൽ കൂടിയും ഇന്ന് ഇന്ത്യൻ രൂപ ഇടിവ് രേഖപ്പെടുത്തിയെങ്കിൽ കൂടിയും നമ്മുടെ മാർക്കറ്റിന് ഒരു പരിധി വരെ ഇന്ന് സസ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചു എന്ന് തന്നെ നമുക്ക് പറയേണ്ടതായിട്ട് ഇരിക്കുന്നു. ഇന്ന് ഇന്ത്യ വിക്സ് 10% വർധനവ് കാണിച്ചെങ്കിലും ഏകദേശം 15.97 എന്ന ലെവലിലേക്ക് എത്തിയെങ്കിൽ കൂടിയും ക്ലോസ് ചെയ്തപ്പോൾ 15.08 എന്ന ലെവലിലേക്ക് സെറ്റിൽ ചെയ്യുവാനായിട്ട് ഇന്ത്യ വിക്സും സാധിച്ചിട്ടുണ്ട്. ഇന്നത്തെ ട്രേഡിംഗ് സെക്ഷനിൽ പല ഘട്ടത്തിലും ഇന്ത്യ വിക്സ് 15 എന്ന ലെവലിലേക്ക് താഴേക്ക് പോകുന്നതായിട്ട് കാണുവാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മുടെ മാർക്കറ്റില് ഒരു പരിധി വരെ കയറുവാൻ സഹായിച്ചത് തീർച്ചയായിട്ടും ഗ്ലോബൽ മാർക്കറ്റ്സുകളും ചെറിയൊരു റിക്കവറി രേഖപ്പെടുത്തുകയുണ്ടായി. എന്നിരുന്നെങ്കിൽ കൂടിയും നമ്മുടെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ബൈങ് തന്നെ ആകാൻ ചാൻസ് ഉണ്ട്. തീർച്ചയായിട്ടും അതിന്റെ ഡേറ്റ വരുമ്പോഴേ നമുക്ക് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. സെൻസെക്സും നിഫ്റ്റിയും ഏകദേശം 0.7% നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായി. ബാങ്ക് നിഫ്റ്റിയും ഫിൻ നിഫ്റ്റിയൊക്കെ ഏകദേശം 1% നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. നല്ലൊരു ഇൻഫ്ലേഷൻ ഡേറ്റ വന്നതും ഒരു പരിധി വരെ നമ്മുടെ മാർക്കറ്റിനെ കയറുവാൻ സഹായിച്ചിട്ടുണ്ട്. ഇന്ന് സ്പെസിഫിക് ആയിട്ട് നമ്മുടെ മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ എല്ലാ സെക്ടോറിയൽ ഇൻഡസ്ട്രീസും ഇന്ന് നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. നിഫ്റ്റി PSU ബാങ്ക് ഇൻഡെക്സ് ആണ് ഇന്നത്തെ ലീഡിംഗ് ലൂസേഴ്സ്. 1.51% ഇടിവാണ് രേഖപ്പെടുത്തുകയുണ്ടായത്. നിഫ്റ്റി മെറ്റലിലും നിഫ്റ്റി ബാങ്കിലും 1.2% ഡ്രോപ്പുകൾ കാണുവാൻ സാധിച്ചു. തത്സമയം നിഫ്റ്റി മെറ്റലില് 1.2%യും നിഫ്റ്റി ബാങ്കില് 1%യും ഡ്രോപ്പാണ് കാണുവാൻ സാധിച്ചത്. FMCG, ഇൻഫ്രാസ്ട്രക്ചർ, എനർജി, പ്രൈവറ്റ് ബാങ്ക് ഇൻഡസ്ട്രീസിലൊക്കെ 1% ഇടിവ് കാണുവാനായിട്ട് സാധിച്ചു. നിഫ്റ്റി IT ഇൻഡെക്സ് ഇന്ന് ഗ്രീനിൽ തന്നെ ഓപ്പൺ ആക്കാൻ സാധിച്ചു. 0.2% നഷ്ടത്തിലാണ് നിഫ്റ്റി IT ഇന്ന് വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായി. ബോർഡർ മാർക്കറ്റില് നിഫ്റ്റി മിഡ് ക്യാപ്പ് 0.68% ഇടിവിൽ വ്യാപാരം അവസാനിപ്പിച്ചപ്പോൾ സ്മോൾ ക്യാപ് 100 0.71% ഇടിവ് രേഖപ്പെടുത്തുകയുണ്ടായി. ഇന്ന് നേട്ടമുണ്ടാക്കിയ സെക്ടർ നിഫ്റ്റി മീഡിയ മാത്രമേ ഉള്ളൂ. സ്ലൈറ്റ്ലി, അതായത് 0.05% നേട്ടമാണ് കൈവരിച്ചത്. ഇന്ന് ഡിഫൻസ് സ്റ്റോക്കുകളില് 8%-ലേറെ റാലി കാണുവാനായിട്ട് സാധിച്ചു. എസ്പെഷ്യലി ഡ്രോൺ സ്റ്റോക്കുകളായ ഐഡിയ ഫോർജിലും HAL-ലൊക്കെ. അതുപോലെ തന്നെ ഇന്ന് ഷിപ്പിംഗ് സ്റ്റോക്കുകളിലും മിഡിൽ ഈസ്റ്റ് ടെൻഷൻസിനെ തുടർന്ന് 10%-ലേറെ ഉയർച്ച കണ്ടു. SCI, GE ഷിപ്പിംഗ് തുടങ്ങിയ കമ്പനികളിൽ. ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിന്റെ ഇടിവിലേക്ക് 5 കാരണങ്ങളാണ് പ്രധാനമായിട്ടും നയിച്ചത്. തീർച്ചയായിട്ടും മിഡിൽ ഈസ്റ്റ് ടെൻഷൻ തന്നെയാണ്. ഇസ്രായേൽ ഇറാനെ അറ്റാക്ക് ചെയ്തു. അതിനുശേഷം ഇറാൻ തിരിച്ച് 100 ഡ്രോൺസ് ഇസ്രായേലിനെതിരെ അയച്ചു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. തിരിച്ചൊരു റിട്ടാലിയേഷൻ ഇസ്രായേലും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. തൽഫലമായി തന്നെ എമർജൻസി ഇസ്രായേൽ ഗവൺമെന്റും ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. രണ്ടാമതായിട്ട് വരുന്ന വീക്ക് ഗ്ലോബൽ ക്യൂസ് തന്നെയാണ് പ്രധാനപ്പെട്ട കാരണം. ഏഷ്യൻ മാർക്കറ്റ്സ്
ഇൻക്ലൂഡിംഗ് സൗത്ത് കൊറിയ, ഹോസ്പി, ജപ്പാന്റെ നിക്കി 225, ചൈനീസ് മാർക്കറ്റുകളും ഹോങ്കോങ് മാർക്കറ്റുകളൊക്കെ ഇന്ന് നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സോ അതിന്റെയൊക്കെ ഒരു പ്രതിഫലനം നമ്മുടെ മാർക്കറ്റിലും പ്രതിഫലിച്ചു. ഇന്ന് യുഎസിന്റെ ഫ്യൂച്ചറായ ഡോ ജോൺസ് ഫ്യൂച്ചറും 1% മുകളിൽ ഇടിവ് രേഖപ്പെടുത്തുകയുണ്ടായി. യൂറോപ്യൻ മാർക്കറ്റ്സും നഷ്ടത്തിലാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ മാർക്കറ്റിന്റെ വീഴ്ചയിൽ ഇന്ന് കാരണമായിട്ടുണ്ട്. മൂന്നാമതായിട്ട് നമ്മൾ ഇന്ന് കണ്ടു ഏകദേശം 9% ബ്രെന്റ് ക്രൂഡിന്റെ പ്രൈസ് ഇൻക്രീസ് ആകുന്നത്. അതുപോലെ തന്നെ ഗോൾഡും സിൽവറൊക്കെ റെക്കോർഡ് ഓൾ ടൈം ഹൈയിലാണ്. അതുപോലെ തന്നെ നാലാമതായിട്ട് ഈ മാസത്തില് നമ്മുടെ മാർക്കറ്റിൽ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്നലത്തെ സെല്ലിങ്ങോട് കൂടി നെറ്റ് സെല്ലേഴ്സ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇന്നും മിക്കവാറും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ സെല്ലേഴ്സ് ആയിട്ട് മാറാനുള്ള ചാൻസുകളും ഏറെയാണ്. ഈ വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള സെല്ലിങ്ങും നമ്മുടെ മാർക്കറ്റിനെ വീക്കൻ ചെയ്യുന്നുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് നേട്ടങ്ങൾക്ക് ശേഷം ഇന്ന് ഇന്ത്യൻ രൂപ അമേരിക്കൻ ഡോളറിനെതിരെ 56 പൈസയുടെ ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 86.08 എന്ന നിലയിലാണ് വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായത്. ഇതും നമ്മുടെ മാർക്കറ്റിന്റെ തകർച്ചയ്ക്ക് ഒരു പരിധി വരെ കാരണമായി. ഇന്ന് മാർക്കറ്റ് ഒരു പരിധി വരെ ബുൾസിനെ ട്രാപ്പിലാക്കിയിട്ടുണ്ട്. അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് പുട്ട് ഓപ്ഷൻസ് സെല്ല് ചെയ്തവരെ. കാരണം പ്രീമിയംസ് ഒക്കെ എത്ര മടങ്ങ് വർദ്ധിച്ചു എന്ന് നമ്മൾ കണ്ടു. ഫാർ OTM-ൽ ഉണ്ടായിരുന്ന സ്ട്രൈക്ക് 22,800 എന്ന സ്ട്രൈക്കിൽ, അതായത് അടുത്ത ആഴ്ച എക്സ്പയറിയുടെ സ്ട്രൈക്ക് നിഫ്റ്റിയിൽ ഉണ്ടായിരുന്നത് ഇന്ന് ഏകദേശം 8 രൂപയ്ക്ക് മുകളിൽ പോയി. ക്ലോസിംഗ് ബേസിൽ വന്നപ്പോൾ ഏകദേശം 5 രൂപയുടെ മുകളിലാണ് ക്ലോസ് ചെയ്തത്. പക്ഷേ കോൾ സൈഡിലേക്ക് നോക്കുമ്പോൾ പ്രീമിയത്തില് രാവിലെ ഓപ്പണിംഗ് സെക്ഷനിൽ ചെറിയൊരു ഷൂട്ടപ്പ് കണ്ടുവെങ്കിലും പിന്നീട് കൂൾ ഓഫ് ആകുന്നതായിട്ടാണ് കണ്ടത്. ഇന്ന് ആരും ട്രേഡിലേക്ക് പ്രവേശിച്ചിട്ടില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഇങ്ങനത്തെ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് നല്ലത്. പ്രത്യേകിച്ച് ഇനി 2 ദിവസത്തെ ഹോളിഡേ ഉണ്ട്, ശനി ഞായർ. ഇനി വൈകുന്നേരം US മാർക്കറ്റുകളും മറ്റ് ഗ്ലോബൽ മാർക്കറ്റുകളും ഓപ്പൺ ആകാനുണ്ട്. ഈ 2 ദിവസത്തിന്റെ ഇടയ്ക്കും ഈ ഗ്ലോബൽ മാർക്കറ്റിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അൺസർട്ടനിറ്റിയാണ് നിലനിൽക്കുന്നത്. ഒരിക്കലും മാർക്കറ്റിന് ബെയർ ചെയ്യാൻ അല്ലെങ്കിൽ മാർക്കറ്റ് ഒരിക്കലും താങ്ങാത്ത ഒരു കാര്യമാണ് അൺസർട്ടനിറ്റി അല്ലെ അനിശ്ചിതത്വം എന്നുള്ള അവസ്ഥ. നമുക്ക് തിങ്കളാഴ്ച നമുക്ക് രാവിലെ ട്രേഡിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കും. കാരണം നമ്മുടെ ട്രേഡ് റോങ് ആയിട്ട് പോയാൽ തന്നെയും നമുക്ക് എക്സിറ്റ് ചെയ്യാം. ഈ 2 ദിവസം ശനിയും ഞായറും പോസിറ്റീവായിട്ടോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടോ ഒരു ബിഗ് ന്യൂസ് വന്നു കഴിഞ്ഞാൽ അത് മാർക്കറ്റിനെ ഒന്നുകിൽ താഴേക്കോ അല്ലെങ്കിൽ മുകളിലേക്കോ ട്രിഗർ ചെയ്യും. സ്വാഭാവികമായിട്ടും അപ്പോൾ വിക്സ് ഉയരും. തൽഫലമായിട്ട് നമ്മുടെ പ്രീമിയംസും വർദ്ധിക്കും. അത് നമുക്ക് ഹ്യൂജ് ലോസിലേക്ക് നമ്മളെ നയിക്കും. അത് മാത്രമല്ല, ഇങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ ഏറ്റവും നല്ലത് ട്രേഡ് ചെയ്യാതിരിക്കുക എന്നൊരു തീരുമാനമെടുക്കുന്നതാണ്. കാരണം എപ്പോഴും പറയാറുണ്ട്, നല്ല ട്രേഡ് എടുക്കുന്നത് പോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു ദിവസം ട്രേഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതും. ഇങ്ങനത്തെ മോശം സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ നിങ്ങളുടെ ട്രേഡിംഗ് സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.